ഹായ് ഫ്രണ്ട്സ്, AR അജയൻ്റെ രണ്ടാം മോഷണം. ജസ്റ്റ് മൂവി കണ്ട് വന്ന വഴിയാണ് റിവ്യൂ പറയണേ. അടിപൊളി മൂവി, കിഡിലൻ ഫിലിം. ഓണത്തിനിറങ്ങിയ മൂവീസിൽ ഞാൻ ഫസ്റ്റ് കണ്ടത് ഇതാണ്. പക്ഷേ ഇത് എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഓണത്തിന് ഫാമിലിയൊക്കെ ആയി പിള്ളേരൊക്കെ ആയി അടിച്ച് പൊളിച്ച് കാണാൻ പറ്റിയൊരു ഫിലിമാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇതിൻ്റെ ഡയറക്ടർ ജിതിൻ ലാൽ അടിപൊളി ഡയറക്ഷനായിരുന്നു. കാരണം അതിൻ്റെ ഡെബ്യൂ മൂവിയാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം അത് അത്രയും രസമായിട്ടാണ് ഈ മൂവി പോകുന്ന ഒരു രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മുത്തശ്ശി കഥ നറേറ്റ് ചെയ്യുന്ന പോലത്തെ ഒരു ജോണറിൽ പോകുന്നൊരു മൂവിയാണ്. നമുക്ക് റീസെൻ്റ്ലി ഒരു 2 years മുന്നേ കുമാരി എന്ന് പറഞ്ഞ മൂവി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ഇതേ ഒരു ടൈപ്പാണ്, മുത്തശ്ശി കഥയാണ്. പക്ഷേ അത് എവിടെയൊക്കെയോ ഒരു ലാസ്റ്റിലേക്ക് ആവും തോറും കുറച്ച് ലാഗായി പോയി. പക്ഷേ ഇത് അങ്ങനെയൊന്നുമല്ല, ഒരു ഫാൻറ്റസി ത്രില്ലർ തന്നെ പറയാം. അതിൽ ഈ ഡയറക്ടറിൻ്റെ ഒരു വിഷൻ നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും. ഇത്രയും നാളാലും വെയിറ്റ് ചെയ്തതിനുള്ള വെർത്താണ് ഈ ഒരു മൂവി. ആളുടെ ഡെബ്യൂ മൂവിയാണ് ഒരിക്കലും പറയില്ല, അത്രയും അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ സുജിത് നമ്പ്യാർ, ആളുടെയും എനിക്ക് തോന്നുന്നു വളരെ ഫ്യൂ വർക്ക്സ് മാത്രമേ ആൾ ചെയ്തിട്ടുള്ളൂ. നാടകത്തിനും ചെറുകഥയൊക്കെ എഴുതുന്നൊരു വ്യക്തിയാണ്. പക്ഷെ ആളുടെ ഈ മൂവിയിലേക്കുള്ള എൻട്രി അടിപൊളിയായിരുന്നു. കാരണം അത് എല്ലാവർക്കും പരിചിതമായിട്ടുള്ളൊരു പ്ലോട്ടാണ്. ഈ ഒരു നമുക്ക് പണ്ടത്തെ രാജാവ്, ഒരു കൊട്ടാരം, അതിൽ നിധി, കള്ളന്മാർ, അങ്ങനത്തെ ഒരു സ്റ്റോറി എല്ലാവരുടെ മനസ്സിലും നമുക്ക് ചെറുപ്പത്തിൽ ഇങ്ങനത്തെ കഥകൾ കേൾക്കാത്തൊരാൾ പോലും ഉണ്ടായിരിക്കില്ല. പക്ഷെ അത് അത്രയും രസമായിട്ട് ആ സ്ക്രിപ്റ്റിൽ എഴുതി ഫലിപ്പിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് മെയിനായിട്ട് പറയുന്നത് ഇതിൽ അഭിനയിച്ചവർ, അതിൽ നമുക്ക് എടുത്തു പറയേണ്ടതാണ് ടോവിനോൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ 3 ക്യാരക്ടേഴ്സാണ്. അതിൽ കുഞ്ഞിക്കേളു, അജയൻ, മണിയൻ, ഈ 3 ക്യാരക്ടേഴ്സിൻ്റെ ഒരു റോളർ കോസ്റ്റർ റൈഡ് എന്ന് തന്നെ പറയാം ഈ സിനിമ. അതിൽ മണിയൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ജസ്റ്റ് സ്റ്റീൽ ദ ഷോ എന്ന് തന്നെ പറയാം. കാരണം അത്ര അടിപൊളിയായിരുന്നു ആ ക്യാരക്ടറിൻ്റെ ഒരു സ്ക്രീൻ പ്രസൻസും ആ ഒരു ക്യാരക്ടറിന് വേണ്ടി എടുത്തിട്ടുള്ളൊരു എഫേർട്ടും ആ ഒരു ഫിസിക്കും കാര്യങ്ങളൊക്കെ അത്രയും ഡെഡിക്കേറ്റഡ്. ടോവിനോ നമുക്കറിയാലോ, ആൾ എപ്പോഴും ഒരു വെർസറ്റൈൽ ആക്ടർ എന്നൊക്കെ നമുക്ക് പറയാവുന്നതാണ്. കാരണം ആൾ സെലക്ട് ചെയ്യുന്ന മൂവീസ് എല്ലാം ഒന്നിനൊന്ന് ഡിഫറെൻ്റ് ആയിരിക്കും. ചില സമയത്തൊരു കൊമേഴ്ഷ്യൽ ടൈപ്പ് ചെയ്യും, ചില സമയത്തൊരു ഓഫ് ദ ബീറ്റ് പോലത്തെ മൂവീസ് ചെയ്യും. പക്ഷേ ചെയ്യുന്നതിലെല്ലാം ഡിഫറൻസ് കൊണ്ടുവരാൻ അത്രയും ഹാർഡ് വർക്ക്, അതായത് പണി നല്ലതുപോലെ എടുത്തിട്ടുണ്ട് ആ ക്യാരക്ടേഴ്സിന് വേണ്ടിയിട്ട്. അത് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് മനസ്സിലാവാൻ പറ്റും. അപ്പോൾ ഇതിലത്തെ ഈ 3 ക്യാരക്ടേഴ്സും നല്ല അടിപൊളിയായിട്ട് ടോവിനോ ചെയ്തിട്ടുണ്ട്. പിന്നെ ടോവിനോൻ്റെ പെയേഴ്സായിട്ട് ഈ ഓരോ ക്യാരക്ടേഴ്സിനും പെയേഴ്സായിട്ട് വരുന്നതാണ് കൃതി ഷെട്ടി, പിന്നെ ഐശ്വര്യ രാജേഷ്, പിന്നെ സുരഭി ലക്ഷ്മി. ഇതിൽ വൺ ഓഫ് മൈ ഫേവറേറ്റ് വാസ് മണിയൻ ആൻഡ് സുരഭി ലക്ഷ്മി കോംബോ. അവർ രണ്ടുപേരുടെ കെമിസ്ട്രി, അതായത് സുരഭിക്ക് ആ ഒരു ക്യാരക്ടറിലേക്ക് ഡയലോഗ്സും വളരെ കുറവാണ്, പക്ഷെ ആ കണ്ടുകൊണ്ടുള്ള എക്സ്പ്രഷൻസും അവർ തമ്മിലുള്ള ഒരു ബോണ്ടിങ് ഒക്കെ അടിപൊളിയായിരുന്നു. പിന്നെ കൃതി ഷെട്ടി മലയാളത്തിൽ ഫസ്റ്റ് എൻട്രി ആണ്, എന്നാൽ പോലും ആ ലിപ്സിങ്കും കാര്യങ്ങളൊക്കെ വളരെ കൺവിൻസിങ് ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു സ്ക്രീനിൽ കണ്ടിരിക്കാനായിട്ട്. അതിലത്തെ പാട്ടുകളും പിക്ചറൈസേഷനും ഒക്കെ അടിപൊളിയായിരുന്നു. പിന്നെ എടുത്തു പറയേണ്ട ഒരു ക്യാരക്ടറാണ് ജഗദീഷിൻ്റെ ഇതിലുള്ള ഒരു അധികം നേരമില്ല, പക്ഷെ ഉള്ള റോള് വളരെ ഡിഫറെൻറ്റും വളരെ വെർസറ്റൈലും ആയിരുന്നു. കാരണം ഇതിന് മുന്നേ അങ്ങനത്തെ റോളുകൾ ഞാൻ ജഗദീഷിനെ കണ്ടിട്ടില്ല. അത്ര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. സിനിമാറ്റോഗ്രാഫി ജോമോൻ ടി ജോണിൻ്റെ മുന്നത്തെ എനിക്ക് ചാപ്പാ കുരിശ്, പിന്നെ ചാർലി, ജേക്കബിൻ്റെ സ്വർഗരാജ്യം എന്ന് പറഞ്ഞ മൂവീസിൻ്റെ എന്നൊക്കെ ആളുടെ ഒരു സ്പെഷ്യാലിറ്റിയാണ് ഈ നൈറ്റ് ഷോട്ട്സ് ഒക്കെ ഉള്ളത്. അപ്പോൾ അതൊക്കെ ഇതിലും നല്ല ഫെൻറ്റാബുലസ് ആയിട്ട് ആൾ ചെയ്തിട്ടുണ്ട്. എഡിറ്റർ സമീർ മുഹമ്മദ് ഇതുപോലെ തന്നെ ഫസ്റ്റ് മൂവി ചാർലി ആയിരുന്നു. അത് വളരെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അടിപൊളി മൂവിയാണ്. അത് ഇതിലും നമുക്ക് റിലവൻ്റ് ആയിട്ട് കാണാം. അത്ര രസമായിട്ടുണ്ട് എഡിറ്റ്സും കാര്യങ്ങളൊക്കെ. ഡിബു നൈറ്റ് ആൻഡ് തോമസ് ആണ് മ്യൂസിക്. അത് ഈ പിക്ചറിന് റിലവൻ്റ് ആയിട്ടുള്ള മ്യൂസിക് തന്നെയാണ്. അത് നമുക്കിങ്ങനെ ഇതിലൊക്കെ ഇരുന്ന് നമുക്ക് ആ ഒരു മ്യൂസിക് ഓരോ ക്യാരക്ടേഴ്സിനും നമുക്ക് കേൾക്കുമ്പോൾ നമ്മൾ തന്നെ ഇങ്ങനെ ഒരു റൊമാൻറ്റിഫിക്കേഷൻസ് വരും. കാരണം അത്രയും എലിവേറ്റ് ചെയ്തിട്ടുണ്ട് ഈ മ്യൂസിക് ഈ മൂവിക്ക്. കാരണം അതിൽ ഈ പറയുന്ന 3 ക്യാരക്ടേഴ്സ് ഉണ്ട്. ഈ 3 ക്യാരക്ടേഴ്സിൻ്റെ എൻട്രിയും അതിലവർ കൊടുക്കുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഒക്കെ അടിപൊളിയായിരുന്നു. നമ്മൾ നോർമലി കണ്ടുവരുന്ന പാറ്റേൺസിനൊക്കെ ഒരു ഡിഫറൻസ് ആയിട്ടുള്ളൊരു പാറ്റേൺ ആൾ കൊണ്ടുവരാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് വർക്കായിട്ടുണ്ട്. 3D മൂവി എന്നുള്ളൊരു ഇതിലാണ്, ആ ബെഞ്ച് മാർക്കിങ്ങിലാണ് അവർ ഇറക്കിയിരിക്കുന്നത്. നമുക്കിപ്പോൾ നോർമലി മലയാളത്തിലുള്ള 3D മൂവീസ് നമ്മൾ എപ്പോഴും നമുക്ക് ഓർമ്മയിൽ വരുന്നത് മൈഡിയ കുട്ടിച്ചാത്തൻ പോലെയുള്ള മൂവീസാണ്. അത് കഴിഞ്ഞിട്ട് 2-3 സിനിമകളൊക്കെ വന്നെങ്കിലും അതെല്ലാം ഫ്ലോപ്പായിരുന്നു. കാരണം അത് 3Dക്ക് വേണ്ടി ഷൂട്ട് ചെയ്തതായിരുന്നില്ല, 2D ഷൂട്ട് ചെയ്ത് 3Dയിലേക്ക് എൻഹാൻസ് ചെയ്ത മൂവീസാണ് കൂടുതലും. പക്ഷേ ഇതിൽ 3Dക്ക് വേണ്ടി ഒന്നും കുത്തി നിറച്ചിട്ടില്ല. പക്ഷെ ആ ഒരു സ്റ്റോറിയുടെ ഫ്ലോയിൽ 3D വിഷ്വലൈസിങ് നല്ല
അടിപൊളിയായിട്ട് തോന്നി. നമ്മളെ ആ ഒരു സിറ്റുവേഷനിൽ ഉള്ള പോലെ നമുക്കൊരു ഫീലാണ് വന്നത്. പിന്നെ ഇത്തരത്തിലുള്ളൊരു മൂവീസൊക്കെ നമ്മുടെ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ വരാമെന്ന് പറയുന്നത് തന്നെ വളരെ ഒരു സർപ്രൈസിങ് എലമെൻറ്റ്സ് ആണ്. കാരണം ഇങ്ങനത്തെ മൂവീസൊക്കെ വരുമ്പോഴാണ് വേറെ ഇൻഡസ്ട്രിയിലും നമ്മുടെ മൂവീസ് ഡിസ്കഷൻ ആവുകയും അതങ്ങനെ ഒരു ലോകോത്തര നിലവാരത്തിലേക്ക് എത്തുള്ളൂ. കാരണം നമുക്കറിയാം കുറേ ഇതുപോലത്തെ പല മൂവീസ് വന്നിട്ടും അറ്റംപ്റ്റ് ചെയ്ത് ഫ്ലോപ്പായി പോയിട്ടുണ്ട്. പക്ഷേ ഇത് സക്സസ് ആയി പോയത് അത്രയും സന്തോഷം തോന്നി. എനിക്ക് തോന്നുന്നു ഓണത്തിൽ ഇതൊരു ബെസ്റ്റ് മൂവി ആയിരിക്കും, വിത്ത് ഫാമിലിയൊക്കെ ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ നിങ്ങൾ ഇത് എൻ്റെ ഒരു ഫസ്റ്റ് മൂവി റിവ്യൂ ആയിട്ട് കൺസിഡർ ചെയ്യുക. ഒരുപാട് മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അത് കമൻറ്റിലൂടെ നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ ആയിട്ട് ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ARM will be, I think, greatest of autumn time. So just go and enjoy the movie in theater.